ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ റോൾ ബണ്ണാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ സോസേജ് ബണ്ണാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, സാധാരണ നമ്മളിത് കടയിൽ നിന്ന് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ റോൾ ബണ്ണായിരിക്കും ഇത്. നമ്മൾ സോസേജ് അല്ല ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ചിക്കൻ ഫിംഗർ ഫ്രൈ ആണ് ഇതിനുള്ളിൽ വെച്ച് ഞാൻ സ്റ്റഫ് ചെയ്ത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിത് ബേക്കിംഗ് ഓവൻ ഇല്ലെങ്കിലും നമുക്കിത് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബൗളിലേക്ക് 1/4 കപ്പ് പാലൊഴിക്കുക. അതിനകത്തേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിടുക. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. വേറൊരു ബൗളിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ചേർക്കുക. ആട്ടയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ചേർക്കാം. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഒലിവ് ഓയിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇനി ഒലിവ് ഓയിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കൈകളിലുള്ള ഓയിൽ എന്താണെന്ന് വെച്ചാൽ ചേർക്കുക. പൊടിയുമായിട്ട് പഞ്ചസാരയും ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാല്, മുട്ട, ഈസ്റ്റിൻ്റെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മുഴുവനായിട്ടും ആദ്യം ഒഴിക്കാതെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് കുഴക്കുക. ഒരു 5 മിനിറ്റൊക്കെ തേച്ച് കുഴച്ചാൽ നല്ലൊരു ദോ നമുക്ക് കിട്ടും. നല്ല സ്മൂത്തായിരിക്കും ദോ. എന്നിട്ടത് ഓയിൽ തേച്ചതിന് ശേഷം കവർ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 പീസ് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഫിംഗർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ടേസ്റ്റിന് വേണ്ട ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കുക. പേസ്റ്റ് ആയാലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇത് മാരിനേറ്റ് ചെയ്യുക. ചിക്കൻ പീസസിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കോളം നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയം വെച്ചാൽ നല്ലതായിരിക്കും, പക്ഷേ നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മളുടെ മാവ് റെഡിയാകും. അപ്പോൾ അതിനുള്ളിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. വളരെ കുറച്ച് എണ്ണയെ ആവശ്യമുള്ളൂ. ഞാനൊരു 3 ടീസ്പൂൺ എണ്ണയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഒരിയോളം ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് തണുത്താലേ നമ്മൾക്കിത് സ്റ്റഫ് ചെയ്യാൻ പറ്റുള്ളൂ. ചൂടോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മളുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചതിലും ഡബിളായിട്ടുണ്ട്. നമുക്കിതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പലകയിലേക്ക് മാറ്റാം. ചപ്പാത്തി പരത്തുന്ന പലകയിലേക്ക് മാറ്റിയിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇത് നമുക്ക് ആവശ്യമുള്ള ഉരുളകളാക്കുക. ഈക്വലായിട്ടുള്ള ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. ഞാനിവിടെ 7 ഉരുളകളാണ് എടുത്തിരിക്കുന്നത്. 7 ചിക്കൻ പീസസാണ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 7 ഉരുളകൾ ഉരുട്ടിയെടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് നമ്മൾ പലകയിൽ വെച്ചിട്ട് കൈകൊണ്ട് ഉരുട്ടി നല്ല നീളത്തിൽ ഉരുട്ടിയെടുക്കുക.
എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ ഫിംഗേഴ്സും എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്യുക. എന്നിട്ടൊരു ബേക്ക് ചെയ്യണ ടിന്നിലേക്ക് മാറ്റുക. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഞാനിതുപോലെ 5 റോൾ ചെയ്തൊരു ബേക്ക് ചെയ്യുന്ന ടിന്നിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതേ അതിനകത്ത് കൊള്ളുള്ളൂ. ബാക്കി ഞാൻ 2 വേറെ എടുക്കുകയാണ്. ഞാനെടുത്ത ബേക്കിംഗ് ട്രേയിൽ 5 കൊള്ളുള്ളൂ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കൂടിയിരിക്കും. അപ്പോൾ ഞാൻ 2 വേറെയാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അത് ബാക്കിയുള്ള 2 ഞാനിപ്പോൾ ഈ റോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വളരെ സ്ലോലി റോൾ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വേറൊരു ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ റോൾ ബണ്ണ് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇതൊന്നുകൂടി നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇത് നന്നായിട്ട് വീർത്ത് വരും. നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു ബിരിയാണി പോട്ടാണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് എഗ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. നമുക്കിതിനകത്തേക്ക് സ്റ്റഫ് ചെയ്ത റോൾ ബണ്ണ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കവർ ചെയ്തിട്ട് ഇത് 25-30 മിനിറ്റിനുള്ളിൽ റെഡിയാകും. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ചെറിയ പോട്ടാണെങ്കിൽ കുറച്ച് സമയം മതിയാകും. 20 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാകും. ഇതിപ്പോൾ അരമണിക്കൂർ തന്നെ എടുത്തു ഇത് റെഡിയാകാനായിട്ട്. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ ഫിംഗർ റോൾ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് ഓവൺ ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ സ്നാക്ക്. നോമ്പുതുറ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇഫ്താർ വിരുന്നിനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.